ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോൻ്റെ ബാക്കിയാട്ടോ. ഇത് കംപ്ലീറ്റ് വീഡിയോ ആണ് മുകളിലോട്ട് കയറിയ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങ് പോന്നപ്പോൾ തുടക്കത്തിൽ കുറച്ച് സുഖമായിരുന്നു, ഇങ്ങനെ പോരാൻ കാഴ്ചകളൊക്കെ കണ്ട്. പിന്നെ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും കയറ്റം ഇങ്ങനെ കൂടിക്കൂടി വന്നു. കൂടിക്കൂടി വന്ന് നല്ല കയറ്റമായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിന്ന് അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഈ കാഴ്ചകളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ നല്ല റോഡുകളായിരുന്നു. പിന്നെ കുറേ അങ്ങ് മേലോട്ട് ചെന്നപ്പോഴാണ് റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറിയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല കാലാവസ്ഥയും നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പശുക്കളൊക്കെ മേയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പശുക്കൾ മേയുന്നിടത്തൊക്കെ എത്തിയപ്പോൾ എനിക്ക് ചെറിയതായിട്ടൊന്ന് പേടിച്ചു. കാരണം ഈ പശുക്കൾ, ഞാനിട്ട ഡ്രസ്സ് ചുവപ്പ് നിറമായതുകൊണ്ട് ഈ പശുക്കൾ വന്ന് കുത്താൻ വരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇവിടുത്തെ പശുക്കൾ നോക്കിയെന്നേ ഉള്ളൂ, കുത്താൻ വന്നില്ല. കുത്താൻ വന്നെങ്കിൽ ശരിക്കും പെട്ടുപോയേനെ. കാരണം കുന്നും ഇറക്കം കൂടിയാണ്, എങ്ങോട്ടും ഓടാൻ പറ്റാത്തൊരവസ്ഥയായി പോയേനെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയപ്പോൾ റോഡൊക്കെ അവസാനിച്ചപ്പോൾ ഇതുപോലെയുള്ള റോഡാണ്. അങ്ങനെ കുന്നിൻ്റെ മേലേക്ക് പോകാൻ സൈക്കിൾ ഉന്തിക്കൊണ്ടാണ് പോണേ. ഈ ഭാഗത്തൊക്കെ ശരിക്കും മണ്ണ്, കാരണം സൈക്കിളുകളും വണ്ടികളൊന്നും ഒന്നും പോകുന്നില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഓരോരുത്തർ വന്നാലായി ഈ വഴിക്ക്. അങ്ങനെ ഈ വഴി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയത്. ഇതൊക്കെ കുന്നിൻ്റെ ഒരു ടോപ്പായിട്ട് വരും. അങ്ങനെ വന്ന് ഇവിടെ എത്തി കേട്ടോ. ഒരു കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇനിയിപ്പോൾ താഴോട്ടാന്ന് തോന്നുന്നു. ഇനി കാണിക്കുന്നുണ്ട് ഈ ബോർഡിൽ 3.3 കിലോമീറ്റർ താഴോട്ട് പോകാൻ. ഇവിടെ നിന്ന് ഇപ്പോൾ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ മിസൺ എന്നൊരു ടൗൺ ആട്ടോ, ഒരു ചെറിയ ടൗണ്. ആ ടൗണിലേക്ക് ചെന്നാലേ ഉള്ളൂ ഞാൻ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് പിന്നെയും ഒരു 10 കിലോമീറ്റർ കൂടി വരും. ഈ കുന്ന് ഇപ്പോൾ കയറി വന്ന് തന്നെ എങ്ങനെ വന്നാലും ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും കയറ്റം മാത്രം. അപ്പോൾ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ സൈക്കിളിന് ഡിസ്ക് ബ്രേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു കുറവ് തോന്നി. എന്നാലും കുഴപ്പമില്ല, അതുകൊണ്ട് പോന്നു. പിന്നെ ഇവിടെ ഈ ഒരു കാടിനുള്ളിൽ കൂടി ഞാൻ പോകുന്ന വഴി കേട്ടോ. അവിടെ ഇച്ചിരി റിസ്ക് ആയിരുന്നു ആ പോകുന്നതൊക്കെ. അങ്ങനെ പോന്ന് നമ്മൾ കുറച്ച് നല്ല റോഡിലേക്കൊക്കെ എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറുതായിട്ട് നല്ല റോഡ് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നേരെ കുറച്ച് ഭാഗം ഇതുപോലെ കല്ലിട്ട, ചെറിയ ടാറിട്ടിട്ടില്ല, എന്നാലും അങ്ങനെ മുന്നോട്ട് പോരാനുള്ള പറ്റിയ വഴിയായിരുന്നു. പിന്നെ ഈ വഴി അങ്ങനെ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ ഗേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഗേറ്റുകൾ വെച്ചാൽ ഈ പശുക്കൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഗേറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വഴി മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്ന ചെറിയൊരു ഗേറ്റ്. വണ്ടിക്ക് പോകാനും അതുപോലെ തന്നെ നമുക്ക് നടന്നും സൈക്കിളും കൊണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഇരുമ്പിൻ്റെ ഗേറ്റുകൾ. പല പശുക്കളും മേയുന്ന സ്ഥലമല്ല, അപ്പോൾ അതൊന്നും പശുക്കൾ അവരുടെ അതിര് വിട്ട് പോകാതിരിക്കാനായിരിക്കാം. അപ്പോൾ അതിന് ശേഷം ഈ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് ടാറിട്ട് റോഡ് കിട്ടി. പിന്നെ ഈ വഴിക്കൊരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ അങ്ങോട്ട് ഇറക്കം തന്നെയായിരുന്നു. അങ്ങനെ ഇറക്കം എത്തിയപ്പോഴത്തേക്കും നല്ല റോഡെത്തി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോ എടുത്തില്ല, ഇവിടം വരെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.